എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയി. ആ പാഠഭാഗങ്ങളെല്ലാം എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ലെറ്റസ് അസസ് ആണ്, ടെക്സ്റ്റിന്റെ പിന്നിലുള്ള ക്വസ്റ്റ്യൻസ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിന്റെ പാഠഭാഗത്ത് കുറെ പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്, അത് ചെയ്ത് പഠിക്കണം. അതിൽ വർക്കൗട്ട് ചെയ്യാത്തതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെറ്റസ് അസസ്, ഇതും അതേ ചെയ്ത് പഠിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് ഒരു പ്രോബ്ലം ഉറപ്പാണ്. അതിനുശേഷം നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് അവസാനം പോർഷൻ തീർന്നതിന് ശേഷം ചെയ്യും. അപ്പോൾ കൂടുതൽ പരിചയമാവും. അത് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ലെറ്റസ് അസസിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അവിടെ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫ്, സമയസ്ഥാന ഗ്രാഫ് വരയ്ക്കാൻ. അവിടെ സമയവും തന്നിട്ടുണ്ട്, സ്ഥാനവും തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, പൊസിഷനും തന്നിട്ടുണ്ട്. സമയം 0 ആവുന്ന സമയത്ത് പൊസിഷൻ 0 ആണ്. ടൈം 3 സെക്കൻഡ് കഴിയുമ്പോൾ പൊസിഷൻ 5 ആണ്. അപ്പോ ആ ടേബിളിൽ നിന്നും ഗ്രാഫിലേക്ക് നമുക്ക് വരയ്ക്കാൻ സാധിക്കണം. അതിന് കൃത്യമായിട്ടുള്ള സ്കെയില് ഇവിടെ എക്സ് ആക്സിസില് എപ്പോഴും ടൈം, സമയം, വൈ ആക്സിസില് പൊസിഷൻ, സ്ഥാനം. അപ്പോ ഇവിടെ സ്കെയിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പമാണ്. സമയം 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 3 സെക്കൻഡ്സ് എടുത്താൽ മതി. വൈ ആക്സിസിൽ 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 5 മീറ്റർ. അത്രയും സിമ്പിൾ ആണ്. അതിനുശേഷം പോയിന്റുകൾ മാർക്ക് ചെയ്യുക. ആദ്യത്തെ പോയിന്റ് 0 0 0 0 എന്നുള്ള പോയിന്റ് ഇതാണ്. സെക്കൻഡ് പോയിന്റ് 3 5 3യുടെ നേരെ 5 ഇതാണ്. 3 എക്സ് ആക്സിസിൽ 3, വൈ ആക്സിസിൽ 5. അടുത്ത പോയിന്റ് 6 10 എക്സ് ആക്സിസിൽ 6, വൈ ആക്സിസിൽ 10. ഈ പോയിന്റ് ആണ്. അതിനുശേഷം എന്ത് വേണം? അത്തരത്തിലെ എല്ലാ പോയിന്റുകളും മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുക, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇതാണ് ഏത്? പൊസിഷൻ ടൈം ഗ്രാഫ്. ഈ ലൈനാണ് സമയസ്ഥാന ഗ്രാഫ്. അപ്പോൾ കൃത്യമായിട്ട് സ്കെയിൽ എഴുതി ചെയ്യാം, ഗ്രാഫ് പേപ്പറിൽ തന്നെ ചെയ്യാം. അടുത്തത് സ്പീഡ് ടൈം ഗ്രാഫ് ആണ്. സ്പീഡ് ടൈം ഗ്രാഫ്, സമയ വേഗ ഗ്രാഫ്. അപ്പൊ സ്വാഭാവികമായിട്ടും എക്സ് ആക്സിസിലെ ടൈം, വൈ ആക്സിസിലെ സ്പീഡ്. അവിടെ അത് സ്കെയില് എളുപ്പമാണ്. എക്സ് ആക്സിസ് 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെക്കൻഡ് എടുത്താൽ മതി. 2 4 6 8 10 ആണ് സമയം പോകുന്നത്. സ്പീഡോ 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്, 10 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ നമ്മൾ പോയിന്റുകൾ മാർക്ക് ചെയ്തു. 2 4 6 8 10 10 15 20 25. അതിനുശേഷം ആദ്യത്തെ പോയിന്റ് 0 10 ടൈം 0, സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത് സെക്കൻഡ് പോയിന്റ് 2 15 2ന്റെ നേരെ 15ന്റെ നേരെ ഈ പോയിന്റ്. 4 20 കഴിഞ്ഞാൽ 6 20 6ഉം 20 ആണ്. 8 20 10 15. ഈ പോയിന്റുകൾ തമ്മിൽ ജോയിന്റ് ചെയ്യുക, യോജിപ്പിക്കുക. അപ്പൊ റഫായിട്ട് വരയ്ക്കുമ്പോൾ ഏകദേശം ഈ ഷേപ്പുള്ള ഗ്രാഫ് കിട്ടും. ഇതാണ് എന്ത്? സ്പീഡ് ടൈം ഗ്രാഫ് അല്ലെങ്കിൽ സമയ വേഗ ഗ്രാഫ്. ഇതും ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കാം. അതിനുശേഷം നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യത്തില് OAB ഇതാണ് ആ ഗ്രാഫാണ്. ഇത് ഗ്രാഫ് തന്നിരിക്കുന്ന ഗ്രാഫ് ഏതാണ് ശ്രദ്ധിക്കണം. ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏത് ഗ്രാഫാണ്? ടൈം, സമയം, പിന്നെയോ വെലോസിറ്റി, പ്രവേഗം. അപ്പൊ സമയപ്രവേഗ ഗ്രാഫ് അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്. ചോദ്യം എന്താ? ഈസ് ദ മോഷൻ ഓഫ് ദ ഒബ്ജക്ട് യൂണിഫോം ഓർ നോൺ യൂണിഫോം? സമപ്രവേഗമാണോ, സമചലനമാണോ ഈ തന്നിരിക്കുന്ന വസ്തുവിന്റെ ചലനം? സമചലനമാണോ? സമചലനമാണ് എന്നുണ്ടെങ്കിൽ വേഗത അല്ലെങ്കിൽ പ്രവേഗം മാറാൻ പാടില്ല. നമ്മുടെ ആദ്യത്തെ ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ O മുതൽ A വരെയുള്ള ഗ്രാഫ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, സമയം നീങ്ങും തോറും വെലോസിറ്റി കൂടി വരികയാണ്, പ്രവേഗം കൂടി വരികയാണ്. എയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു? വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം കുറഞ്ഞു വരുന്നു. ബിയിൽ അത് 0 ആകുന്നു. അപ്പൊ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു നിശ്ചിത ഇടവേളയിൽ, ഒരു നിശ്ചിത ടൈം ഇന്റർവെല്ലിൽ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് വ്യത്യസ്തമാണ്. അതിനാൽ തന്നെ അത് ഒരു നോൺ യൂണിഫോം അല്ലെങ്കിൽ അസമ
ചലനമാണ്. അപ്പൊ നോൺ യൂണിഫോം ആണ് ഉത്തരം. ഇനി say whether the acceleration from O to A is uniform. O മുതൽ A വരെയുള്ള ത്വരണം സമത്വരണമാണോ? O മുതൽ A വരെയുള്ള ത്വരണം സമത്വരണമാണ്. അവിടെ പ്രവേഗമാറ്റത്തിനുണ്ടാകുന്ന പ്രവേഗമാറ്റം, അവിടെ ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന പ്രവേഗമാറ്റം തുല്യമാണ്. അപ്പോഴാണ് അങ്ങനെ വരുമ്പോഴാണ് ഈ ഗ്രാഫ് ഇത്തരത്തിൽ വരുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഈ ടെക്സ്റ്റിൽ തന്നെ അവസാനത്തെ ചോദ്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടി അത് വ്യക്തമാകും. ഇത് സമത്വരണം അല്ലെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ ആണ്. അപ്പൊ അവിടെ ആക്സിലറേഷൻ യൂണിഫോം ആണ്. ഇനി സമത്വരണമാണ്. ഇങ്ങോട്ട് എ ബി എന്നുള്ള പോർഷനോ വാട്ട് അബൌട്ട് ഫ്രം എ ടു ബി? എ ടു ബിയും അതെ സമത്വരണം തന്നെയാണ്. അവിടെ ത്വരണത്തിന് എന്താ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ, അതായത് വെലോസിറ്റി കുറയുന്ന തരത്തിലുള്ള ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ 1 സെക്കൻഡ് ആണ്. പ്രവേഗമാറ്റം ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന പ്രവേഗമാറ്റമാണ്. പ്രവേഗമാറ്റം എന്ന് പറഞ്ഞാൽ പ്രവേഗം കൂടാം കുറയാം. O മുതൽ A വരെ പ്രവേഗം മാറിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ ആണ്. A മുതൽ B വരെ പ്രവേഗം കുറയുന്ന തരത്തിലുള്ള ആക്സിലറേഷൻ ആണ്. രണ്ടും യൂണിഫോം തന്നെയാണ്. ആ മാറ്റം അതാണ്. ഇനി അടുത്ത ചോദ്യം ഈ ഗ്രാഫാണ്. അപ്പൊ എപ്പോഴും ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ് ഗ്രാഫ് അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഏതാ? ടൈം വെലോസിറ്റി, വീണ്ടും സമയപ്രവേഗ ഗ്രാഫാണ്. ഗ്രാഫ് ഏതാണെന്ന് ശ്രദ്ധിക്കാണ്ട് ഉത്തരം എഴുതാൻ പാടില്ല. സമയപ്രവേഗ ഗ്രാഫാണ്. ആദ്യത്തെ ചോദ്യം വെലോസിറ്റി ഇൻക്രീസസ്, ഗ്രാഫില് പ്രവേഗം കൂടുന്ന ഭാഗം ഏതാണ്? അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എ മുതൽ ബി വരെ പ്രവേഗം സമയം ചെല്ലുന്തോറും പ്രവേഗം കൂടി വരികയാണ്. 0 സെക്കൻഡില് 0, ഒന്നാമത്തെ സെക്കൻഡില് 1, രണ്ടാമത്തെ സെക്കൻഡില് 2, മൂന്നാമത്തെ സെക്കൻഡില് 3. കണ്ടില്ലേ? അപ്പോ സമയം പോകും തോറും പ്രവേഗം കൂടി വരികയാണ്. ബി മുതൽ സി വരെ പ്രവേഗത്തിന് മാറ്റമില്ല. മൂന്നാമത്തെ സെക്കൻഡിൽ 3, നാലാമത്തെ സെക്കൻഡിൽ 3, അഞ്ചാമത്തെ സെക്കൻഡിൽ 3. പ്രവേഗത്തിന് മാറ്റമില്ല. സി മുതൽ ഡി വരെ എന്ത് സംഭവിക്കുന്നു? പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി കുറയുന്നു. അപ്പൊ നമുക്ക് വെലോസിറ്റി ഇൻക്രീസസ്, അപ്പൊ അവിടെ എഴുതുന്ന ഉത്തരം എന്താ? എ ബി. പ്രവേഗം കൂടുന്നു എന്നുള്ള ദിക്കില് എ ബി. ഇനി ഫ്രം ബി ടു സി, ബി ടു സി എന്താ സംഭവിക്കുന്നത്? സമപ്രവേഗം, യൂണിഫോം വെലോസിറ്റി, സമപ്രവേഗം യൂണിഫോം വെലോസിറ്റി. ഇനി ഫ്രം സി ടു ഡി, സി ടു ഡി എന്താ സംഭവിക്കുന്നത്? വെലോസിറ്റി ഡിക്രീസസ്, പ്രവേഗം കുറയുന്നു. അത്രയുമാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം ഇഫ് ദ വാല്യൂ, അപ്പൊ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ, ഫിസിക്സിൽ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ പ്രോബ്ലം കൃത്യമായിട്ട് വായിക്കുക. വായിച്ചതിനു ശേഷം തന്നിരിക്കുന്ന വാല്യൂസ് എന്താണെന്ന് എഴുതാം. അതാണ് ആദ്യം ചെയ്യുന്നത്. ഇഫ് ദ വെലോസിറ്റി ഓഫ് എ ട്രെയിൻ വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്, നിശ്ചലാവസ്ഥയിൽ നിന്നും തുടങ്ങുന്ന ഒരു ട്രെയിൻ, നിശ്ചലാവസ്ഥയിൽ നിന്നും യാത്ര തുടങ്ങുന്ന ട്രെയിൻ. അപ്പൊ അവിടെ ശ്രദ്ധിക്കണം, നിശ്ചലാവസ്ഥയിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം u ഈസ് ഈക്വൽ ടു 0. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ഒരു സംഖ്യ ആയിട്ടല്ലാതെ എന്തെങ്കിലും റെസ്റ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തേക്കാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം u ഈസ് ഈക്വൽ ടു 0. പിന്നെ which starts from rest is 72 km/h after 5 minutes. 5 മിനിറ്റിന് ശേഷം അതിന്റെ പ്രവേഗം വെലോസിറ്റി 72 km/h. 5 മിനിറ്റിന് ശേഷം ആഫ്റ്റർ t സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം v. v എത്രയാകുന്നുണ്ട്? 72 km/h. അപ്പോ ഇനി അടുത്തത് t is equal to 5 minutes. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യൂണിറ്റ് ശരിയാണോ? യൂണിറ്റ് ശരിയല്ല. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്, സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോ ഇവിടെ മീറ്റർ പെർ സെക്കൻഡിലുള്ള വാല്യൂ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഈസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനി മീറ്റർ പെർ സെക്കൻഡിലുള്ള വാല്യൂ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. എങ്ങനെയാക്കാൻ പറ്റുക? കിലോമീറ്റർ പെർ അവറിനെ
കിലോമീറ്റർ പെർ അവറിനെ 5/18 5/18 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ പറ്റും. ഈസ് ഈക്വൽ ടു 20. അപ്പോ കിലോമീറ്റർ പെർ അവറിൽ തന്നിരിക്കുന്ന വെലോസിറ്റിയെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾ എന്താ കിലോമീറ്ററിനെ മീറ്റർ ആക്കുക, പിന്നെ അവറിനെ സെക്കൻഡ് ആക്കുക. അത് രണ്ടും കൂടി ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യയാണ് എന്ത്? 5/18 പറഞ്ഞു എന്ന് മാത്രം. ഇനി അറിഞ്ഞിരിക്കണം, ചിലപ്പോൾ പരീക്ഷയ്ക്ക് കിലോമീറ്റർ പെർ അവറിൽ തരും, മീറ്റർ പെർ സെക്കൻഡ് തന്നില്ല എന്ന് വരും. 72 കിലോമീറ്റർ പെർ അവർ. ഇനി എന്താ നമ്മൾ ചോദിച്ചേക്കുന്നത്? ഇവിടെ അത് യൂണിറ്റ് നമുക്ക് മാറ്റണം. മിനിറ്റ് ശരിയല്ല, എന്താക്കണം? സെക്കൻഡ് ആക്കണം. 5 × 60 = 300 സെക്കൻഡ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് ആക്സിലറേഷൻ ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽ. ആക്സിലറേഷൻ എ കാണാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. A is equal to v minus u divided by t, which is equal to v എത്രയാ? 20 minus u 0 divided by 300 is equal to 20 by 300 is equal to 2/30 or 1/15 meter per second square. 1/15 meter per second square. ഇനി അടുത്ത എന്താ ചോദിച്ചത്? ഡിസ്റ്റൻസ് ട്രാവൽ. ഡിസ്റ്റൻസ് ട്രാവൽ നിങ്ങൾ s is equal to ut plus half a t square എല്ലാം തന്നിട്ടുണ്ട്. is equal to u എത്രയാ? 0 into t 300 plus 1/2 into a എത്രയാ? 1/15 into t square 300 square is equal to 0 into 300 0. അപ്പൊ പിന്നെ അത് എഴുതണ്ട, ബാക്കി എന്താ എഴുതിയാൽ മതി? 1/2 into 15 30 into 300 into 300. സ്വാഭാവികമായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്ര വന്നു? 10 times. 10 പ്രാവശ്യം പോകും. 10 × 300 എത്ര കിട്ടും? 3000 മീറ്റർ. 3000 മീറ്റർ. ഇതാണ് അതിന്റെ ഉത്തരം. അത് ചെയ്ത് പഠിക്കണം. ആദ്യം പ്രോബ്ലം കാണാതെ ചെയ്യാൻ നോക്കുക, എന്നിട്ട് ചെയ്യുക. അത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അത് ആ രീതിയിലായിരിക്കണം, അല്ലാതെ ഒരിക്കലും വർക്കൗട്ട് ചെയ്തത് ചെയ്യല്ല. ചെയ്ത് പഠിക്കുന്ന സമയത്ത് ചോദ്യം വായിക്കുക, എന്നിട്ട് കാണാതെ ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എ കാർ അറ്റൈൻസ് എ വെലോസിറ്റി ഓഫ്, വീണ്ടും അതേ തന്നിരിക്കുന്ന വാല്യൂസ് എഴുതുക. എ കാർ അറ്റൈൻസ് എ വെലോസിറ്റി ഓഫ് 54 km/h within 5 seconds from an initial velocity of 18 km/h. 18 km/h സഞ്ചരിക്കുന്ന കാറ് 5 സെക്കൻഡ് കൊണ്ട് പ്രവേഗം 54 km/h ആയിട്ട് മാറുന്നു. കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. എന്തുവരും? നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് യു തന്നിട്ടുണ്ട്. എത്രയാ? 18 km/h. u is equal to 18 km/h. ഇവിടെയും മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. ടെക്സ്റ്റ് തന്നിട്ടുണ്ട് 5 മീറ്റർ പെർ സെക്കൻഡ്. ഇല്ലാച്ച എന്ത് ചെയ്താൽ മതി? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പിന്നെ v is equal to 54 km/h. അവിടെയും ടെക്സ്റ്റിൽ മീറ്റർ പെർ സെക്കൻഡിൽ തന്നിട്ടുണ്ട് is equal to 15 meter per second. ഇനി എന്താ നമ്മൾ ചോദിച്ചത്? ഈ വെലോസിറ്റിക്ക് ഉണ്ടായ ചേഞ്ച് എത്ര സമയം കൊണ്ട്? 5 seconds. അപ്പൊ യൂണിറ്റ് ഒക്കെ ശരിയാണ്. ഇനി നമുക്ക് ആദ്യം കാണേണ്ടത് ആക്സിലറേഷൻ ആണ്. നേരത്തെ ചെയ്ത മാതിരി v minus u by t is equal to 15 by minus 5 divided by 5 is equal to 10 divided by 5 is equal to 2 meter per second square. അപ്പൊ ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ എത്ര കിട്ടി? 2 meter per second square. അടുത്ത എന്താ? ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? s is equal to ut plus half a t square is equal to u എത്രയാ? 5 into t 5 plus 1/2 into a 2 ആണ് into t square എന്ന് പറഞ്ഞാൽ 5 square is equal to 5 into 5 25 5 into 5 25 plus 1/2 2 പോയി. വീണ്ടും ഇവിടെ 5 square എത്രയാ? 25. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 50 മീറ്റർ. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ഡിസ്പ്ലേസ്മെന്റ് 50 മീറ്റർ, 50 മീറ്റർ. പ്രോബ്ലം ചെയ്ത് പഠിക്കണം. അടുത്തത് 4 ഗ്രാഫ് തന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. 4 ഗ്രാഫും ശ്രദ്ധിക്കണം. ആ ഗ്രാഫ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം.
എല്ലാം. അപ്പൊ ആദ്യം ഞാൻ വീണ്ടും പറയാണ്, ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ ഏതാണ് ഗ്രാഫ് എന്ന് ശ്രദ്ധിക്കുക. ആദ്യം തന്നിരിക്കുന്നത് 4 ഗ്രാഫും എന്താ, സമയപ്രവേഗ ഗ്രാഫ് അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ആദ്യത്തെ ഗ്രാഫ് വാല്യൂ എന്തോ ആയിക്കോട്ടെ, ആദ്യത്തെ ഗ്രാഫ് ഇങ്ങനെയാണ്, രണ്ടാമത്തെ ഗ്രാഫ് ഇങ്ങനെയാണ്, മൂന്നാമത്തെ ഗ്രാഫ് ഇങ്ങനെയാണ്, നാലാമത്തെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇനി അവിടെ ചോദ്യം, വിച്ച് ഗ്രാഫ് ഇൻഡിക്കേറ്റ്സ് യൂണിഫോം വെലോസിറ്റി? എല്ലാം സമയപ്രവേഗ ഗ്രാഫാണ്. യൂണിഫോം വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റിക്ക് മാറ്റം ഉണ്ടാകാൻ പാടില്ല. വളരെ എളുപ്പമാണ്, സ്വാഭാവികമായിട്ടും ഉത്തരം ഗ്രാഫ് 2. ഇത് രണ്ടാമത്തെ ഗ്രാഫാണ്, നമ്പർ അങ്ങനെയാണ് ഗ്രാഫ് 2. കാരണം എന്താ, ഏത് സമയത്ത് നോക്കിയാലും വെലോസിറ്റിയുടെ വാല്യൂ സെയിം ആണ്, എവിടെ നോക്കിയാലും വെലോസിറ്റി സെയിം ആണ്. ഇതിപ്പോ 15 മീറ്റർ പെർ സെക്കൻഡ് എത്രയാ, 20 ആണെങ്കിൽ എപ്പോഴും എത്രയാ, 20 ആണ്. അപ്പോ ഗ്രാഫ് 2 ആണ്. ഇനി വിച്ച് ഗ്രാഫ് ഇൻഡിക്കേറ്റ്സ് നോൺ യൂണിഫോം ആക്സിലറേഷൻ? നോൺ യൂണിഫോം ആക്സിലറേഷൻ, ഇതൊക്കെ സത്യത്തിൽ യൂണിഫോം ആക്സിലറേഷൻ ആണ്. വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് സെയിം ആണ്. ഇവിടെ അതെവിടെ വെലോസിറ്റി കുറയാന്ന് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഇവിടെ അങ്ങനെയല്ല, വെലോസിറ്റി കൂടി അതിനുശേഷം വെലോസിറ്റി കുറഞ്ഞു, വീണ്ടും കൂടി, വെലോസിറ്റി കുറഞ്ഞു, കൂടി, അങ്ങനെ വരികയാണ്. അപ്പൊ നോൺ യൂണിഫോം ആക്സിലറേഷൻ സ്വാഭാവികമായിട്ടും ഗ്രാഫ് 4 ആണ്. അടുത്ത ചോദ്യം, അതായത് അസമത്വരണത്തിന്റെ ഗ്രാഫ് ഏതാ, 4, നാലാമത്തെ ഗ്രാഫാണ്. പിന്നെ സമപ്രവേഗത്തിന്റെ ഗ്രാഫ് ഏതാ, രണ്ടാമത്തെ ഗ്രാഫാണ്. അടുത്ത ചോദ്യം, വിച്ച് ഗ്രാഫ് ഇൻഡിക്കേറ്റ്സ് മോഷൻ ഓഫ് എ ഫ്രീലി ഫാളിംഗ് സ്റ്റോൺ? സ്വതന്ത്രമായി താഴേക്ക് വീഴുന്ന ഒരു കല്ലിന്റെ ഗ്രാഫ് ഏതാണ്? അപ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്, ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് വിധേയമായിട്ട് ഒരു കല്ല് താഴേക്ക് വീഴുകയാണെങ്കിൽ ആ താഴേക്ക് വരും തോറും അതിന്റെ വെലോസിറ്റി എന്ത് സംഭവിക്കും? വെലോസിറ്റി കൂടി വരും. വെലോസിറ്റി കൂടി വരും. താഴേക്ക് വരും തോറും ഭൂമിയോട് അടുക്കുകയാണ്, സ്വാഭാവികമായിട്ടും അതിന്റെ വെലോസിറ്റി കൂടി വരും. അപ്പോ എന്ത് സംഭവിക്കും? ഏതാണ് ഗ്രാഫ്? ഗ്രാഫ് 3, മൂന്നാമത്തെ ഗ്രാഫാണ്. ഇവിടെ വെലോസിറ്റി എന്താ സംഭവിക്കുന്നത്? താഴേക്ക് വരും തോറും വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. അങ്ങനെയല്ല, ഫ്രീലി ഫാളിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത് താഴേക്ക് വീഴുകയാണ്. താഴേക്ക് വീഴുമ്പോൾ ഭൂമിയോട് അടുക്കും തോറും ഭൂമി കൂടുതൽ ശക്തിയിൽ ആകർഷിക്കും. അങ്ങനെ വെലോസിറ്റി കൂടി വരും. അപ്പൊ ഗ്രാഫ് ഇതാണ്. ഇതോടെ നമ്മുടെ ലെക്ചർ തീർന്നു. എല്ലാവരും ചെയ്ത് പഠിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ് പരീക്ഷയ്ക്ക്. ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. ഓക്കെ.